ഇമാതിരിയുള്ള മാനസികമായി ഈ എങ്ങനെയായിരുന്നു പറയുക പേർവേഡ്സിനെ ന്യായീകരിക്കാൻ അവർക്ക് സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അവരുടെ സംസ്കാരമാണ് വെളിപ്പെടുത്തുന്നത്. അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ സംസ്കാരം. സ്ത്രീ സമൂഹത്തോടുള്ള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എന്ത് എന്നുള്ളത് ആ പാർട്ടി കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീ സമൂഹത്തോടും സ്ത്രീകളോടുമുള്ള ഒരു പാർട്ടിയുടെ സംസ്കാരം എന്ത് എന്നത് ഇവരുടെ പെരുമാറ്റത്തിലൂടെയും ഇങ്ങനത്തെ ഈ സംഭവത്തോടുള്ള അവരുടെ പ്രതികരണത്തിൽ കൂടെയും കൂടുതൽ വ്യക്തമായി വരികയാണ്. കോൺഗ്രസ് പാർട്ടി ഈ നാടിൻ്റെ സംസ്കാരത്തെ തന്നെയാണ് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമാതിരിയുള്ള മാനസികമായി ഈ എങ്ങനെയായിരുന്നു പറയുക പേർവേഡ്സിനെ ന്യായീകരിക്കാൻ അവർക്ക് സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അവരുടെ സംസ്കാരമാണ് വെളിപ്പെടുത്തുന്നത്. എല്ലാവരും മനസ്സിലാക്കട്ടെ, സമൂഹമാകെ മനസ്സിലാക്കട്ടെ എന്താണ് കോൺഗ്രസ് പാർട്ടിയുടെ സംസ്കാരം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കട്ടെ. കൃഷ്ണദാസ് ഇപ്പോൾ DCC പ്രസിഡന്റ് അടക്കം ഈ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന ഒരു പരാമർശമാണ് നടത്തിയത്. എന്തിനാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ പരാതി കൊടുത്തത്? ഇലക്ഷന്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്, അവരുടെ സംസ്കാരമാണ് വെളിപ്പെടുന്നത്. അവരുടെ സംസ്കാരം എത്രത്തോളം അധപ്പതിച്ച അധമ സംസ്കാരമാണ് എന്നതാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. പൊതുസമൂഹം ഇത് കണ്ട് വിലയിരുത്തട്ടെ. ആ പാർട്ടി എത്രത്തോളം അധമ സംസ്കാരത്തിൻ്റെ ആ പ്രതീകമാണ് എന്നുള്ളത് പൊതുസമൂഹം ഇവരുടെ പെരുമാറ്റവും ഇവരുടെ രീതിയും കണ്ട് വിലയിരുത്തട്ടെ. അതാണ് ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. സത്യത്തിൽ അയാളെ ജനമനസ്സുകളിൽ നിന്ന് MLA അല്ലാതായി മാറിക്കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ RP ആക്ടിൻ്റെ ഒരു ദൗർബല്യം കൊണ്ട് മാത്രം തുടരുകയാണ്. RP ആക്ടിലെ പ്രധാനപ്പെട്ട ദൗർബല്യങ്ങളിലൊന്ന്, ഏത് നിലവാരത്തിലുള്ളതാണെങ്കിലും ശരി, വോട്ട് ചെയ്യാൻ മാത്രമേ നമ്മുടെ നാട്ടിലെ വോട്ടർമാർക്ക് അവകാശമുള്ളൂ. നമ്മുടെ RP ആക്ട് അനുസരിച്ച് ചെയ്ത വോട്ട് തിരിച്ചെടുക്കാൻ നിയമപ്രകാരം അവകാശമില്ല. ആ ഒറ്റ ദൗർബല്യം കൊണ്ട് MLA ആയിട്ട് തുടരുകയാണ്. ചെയ്ത വോട്ട് തിരിച്ചെടുക്കാൻ വോട്ടർമാർക്ക് അവകാശം ഉണ്ടായിരുന്നെങ്കിൽ എന്നോ തിരിച്ചെടുത്തിരുന്നു. ഇയാൾ എന്നോ MLA അല്ലാതാവുമായിരുന്നു. അത് നേരത്തെ ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച ഒരാൾ താങ്കളാണ്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തോടെ. അന്നത് കേൾക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു തോന്നുന്നു. അല്ല, ഈ അവസ്ഥ എപ്പോഴായാലും കോൺഗ്രസിനുണ്ടാവും. കോൺഗ്രസ് പാർട്ടി അങ്ങനെയാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ആ സ്വഭാവം എപ്പോഴായാലും അത് പുറത്തു വരും.